എന്താ കഴിഞ്ഞോ? ഒരു 20 രൂപ ഡോക്ടർ കൊടുക്കാനാ. നാട്ടിൻപുറത്ത് 20 വേണോ? നമ്മുടെ ടൗണില് ഒന്ന് വേഗം തരൂ. അച്ഛൻ കിടപ്പിലായപ്പോ ചെലവ് മുഴുവൻ താനാ ചെയ്തെന്ന് കൊട്ടി കോഴിക്കാൻ എടുത്തി. അതിന് ഇട കൊടുക്കണ്ട. കൊടുക്കുന്ന കൊടുത്തോട്ടെന്നേ. ഒന്ന് വേഗം തരുന്നുണ്ടോ? വന്നു കേട്ടു. ഇത് എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും? ഇത് ഒരു 60-65 അത്രേ ഉണ്ടാവും. ഇവിടങ്ങളിൽ ഇപ്പൊ സ്ഥലത്തിന് എന്ത് വിലയുണ്ട്? ദുബായിക്കാരുടെ കാശിന്റെ തിളപ്പ് കുറച്ച് നിന്നിരിക്കണം. എന്നാലും വില താണിട്ടില്ല. സെന്റിന് 1500-2000 ഒക്കെ ഉണ്ടാവില്ലേ? ഇത് മാസ്റ്ററുടെ ഇളയ മകളുടെ ഭർത്താവാണ്. ഓ, കണ്ടീഷൻ എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു ടെമ്പററി കോമയാണ്. കുറച്ചു ദിവസം കിടക്കും, ചേഞ്ച് ഇല്ലാതെ. എന്ത് കോമ? ഇത് കോമയും കെട്ടുവള്ളിയൊന്നല്ല, ബുദ്ധൻ ചിഹ്നൻ 2 വായിക്കളാ. അത് ഇളകാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ഞാനെത്ര കണ്ടതാ. അധിക ദിവസം ഇങ്ങനെ കിടന്നാൽ ഇവനൊക്കെ എന്തെങ്കിലും അറിയോ? ഒരു കുഴലും തൂക്കിട്ട് അങ്ങനെ നടക്കും. രാത്രി മാറ്റൊന്നും ഉണ്ടാവില്ല, രാവിലെ ഉറപ്പാണ്. ഉച്ച വരെ എത്തില്ല. നാളെ വൈകുന്നേരത്തേക്കെങ്കിലും ജോലി സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ആകെ. കുട്ടിനാരായണം പറഞ്ഞാ പിഴക്കില്ല. അച്ഛട്ടോ, വെട്ടിക്കൂട്ടാനുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ കണ്ടിട്ട് അവിടെ നിശ്ചയിച്ചോളൂ. ഉറുണ്യമ്മാവ് വെട്ടണോ അതോ വടക്കടുത്ത് പുളിയം വെട്ടണോ? അതിപ്പോ രാജു വന്നിട്ട് നിശ്ചയിച്ചോട്ടെ. രാജനും കുട്ടികളും വന്നാൽ അടുക്കളത്തെ കാര്യത്തിനാ കുഴപ്പം. എന്റെ വീട്ടിലും ആണില്ല. നാരായണിക്കാണെങ്കിൽ തീരെ സുഖമില്ലാതെ കിടപ്പാ. എന്നോട് വെച്ചോട്ടാ. താനീ യവദൂതനെ പോലെ എന്റെ വീട്ടുപടക്ക് ചുറ്റിപ്പറ്റി നടക്കാൻ നോക്കണ്ട. എന്റെ ഭാര്യയ്ക്ക് ഭരിക്കാൻ മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. വെച്ചതൊക്കെ തികയാവോ? പേടിക്കണ്ട, എന്റെ അവിടുന്ന് പകർച്ച കൊണ്ടുവരും. അതിലൊക്കെ തന്നെ നമ്മളൊക്കെ എന്തിനാ? അതെ അതെ.